നമസ്കാരം. മുഖ്യമന്ത്രി വി.ഡി. സതീശനും സർക്കാരും അടിയന്തരമായി മനസ്സിലാക്കാൻ ചില കാര്യങ്ങൾ വീഡിയോയിലൂടെ പറയുകയാണ്. ബന്ധപ്പെട്ടവർ UDF-ന്റെയൊക്കെ പ്രതിനിധികൾ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് എത്തിക്കണം. അടിയന്തരമായി ഇത് പരിഹരിക്കണം. വളരെ അത്യാവശ്യം. ഇതുവരെ ആരും കാണാതെ കിടക്കുന്ന ഒരു മേഖല, അല്ലെങ്കിൽ വേണ്ടതുപോലെ ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന ഒരു മേഖല, എന്നാൽ ഏറ്റവും അടിയന്തരമായിട്ട് ചെയ്യേണ്ട ഒരു മേഖല ആയതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വീഡിയോയിലൂടെ പറയുന്നത്. കേരളത്തിലെ വലിയ ഒരു ജനവിഭാഗത്തെ പ്രതിനിധീകരിച്ച് അവരുടെ ജീവൽ പ്രധാനമായിട്ടുള്ള ഒരു ആവശ്യത്തിലേക്ക് താങ്കളുടെ അടിയന്തര ശ്രദ്ധ ക്ഷണിക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രതികരണം താങ്കൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നത്. സാമൂഹ്യമായിട്ട്, സാമ്പത്തികമായിട്ട് രാജ്യാന്തര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട മാതൃകകൾ സൃഷ്ടിച്ച നമ്മുടെ ഈ കേരളത്തിലെ ഇന്നും ഭിന്നശേഷിക്കാരായിട്ടുള്ള, ഡിസേബിൾഡ് ആയിട്ടുള്ള, ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ട് നമ്മൾ എന്താ പറയുക, വളരെ ആലങ്കാരികമായിട്ട് പറയും, ആ മനുഷ്യർ ഇന്ന് അനുഭവിക്കുന്ന വലിയ ഒരു ദുരന്തമുണ്ട്, ഒരു ദുരിതമുണ്ട്. ആ ദുരിതത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കാനുള്ളത്. താങ്കൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു ജനപ്രതിനിധി ആണെന്നുള്ള വിശ്വാസത്തിലും ജനകീയ പ്രശ്നങ്ങളിൽ ദീർഘവീക്ഷണത്തോടെ ഇടപെടുന്ന ഭരണാധികാരിയാണ് എന്നുള്ള ഒരു ബോധ്യത്തിലുമാണ് ഈ ആവശ്യങ്ങൾ താങ്കളുടെ മുമ്പാകെ വലിയ പ്രതീക്ഷയോടെ വെക്കുന്നത്. ഇവിടെ നമ്മുടെ പൊതുഗതാഗത രംഗത്തെ ചില കാര്യങ്ങൾ. ഇപ്പോൾ കേരളം ഡിജിറ്റൽ യുഗത്തിലാണ് സഞ്ചരിക്കുന്നത്. അതിവേഗ വികസനത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഭിന്നശേഷിയുള്ള ഒരാൾക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സ്വതന്ത്രമായി യാത്ര ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ആത്മപരിശോധന നടത്തണം. നമ്മുടെ KSRTC ബസ് നമുക്കറിയാലോ, ഇപ്പോൾ വനിതകൾക്ക് സൗജന്യ യാത്ര എന്ന് പറഞ്ഞുകൊണ്ട് KSRTC ലോക്കൽ ബസ്സുകളിൽ ഇപ്പോൾ ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ പിന്നിലുള്ള തർക്കങ്ങളും വിതർക്കങ്ങളും വിവാദങ്ങളും ഒരു വശത്ത് നടക്കുന്നുണ്ട്. ഏതായാലും അതൊരു ജനനന്മ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു പ്രവർത്തനമാണെന്ന് തോന്നുന്നു. ഏതായാലും നടക്കട്ടെ. അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളോട് നടത്തുമ്പോൾ നമ്മുടെ KSRTC ബസ്സുകളിലോ സ്വകാര്യ ബസ്സുകളിലോ ഒരു വീൽ ചെയർ ഉപഭോക്താവിന് സ്വന്തം കയറാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ലോ ഫ്ലോർ സംവിധാനമോ അല്ലെങ്കിൽ റാമ്പുകളോ എന്തെങ്കിലും ഉണ്ടോ? അതോ ഈ ഭിന്നശേഷിക്കാർ പൊതുഗതാഗത സംവിധാനങ്ങളിൽ യാത്ര ചെയ്യേണ്ടതില്ല എന്നങ്ങ് തീരുമാനിച്ചു? അല്ല, അറിയണമല്ലോ, അതറിയണം. അതുകൊണ്ടാണ് വിദ്യാഭ്യാസം നേടാനോ അല്ലെങ്കിൽ ജോലിക്ക് പോകാനോ അല്ലെങ്കിൽ ഒരു ആശുപത്രിയിൽ പോകാനോ ആഗ്രഹിക്കുന്ന ഒരു ഭിന്നശേഷിക്കാരൻ മറ്റൊരാളുടെ സഹായമില്ലാതെ വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണെന്ന്. ചിലപ്പോൾ അവന് വീൽ ചെയർ ഉരുട്ടി ഒറ്റയ്ക്ക് പോകാൻ കഴിയും. ഇന്ന് അതിനുള്ള വാഹനങ്ങളുണ്ട്, മോട്ടോർ വീൽ ചെയറുകളുണ്ട്, അതല്ലാതെ തന്നെയുള്ള സൗകര്യങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ അവന് ഒറ്റയ്ക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. അതിനുള്ള സൗകര്യങ്ങൾ സർക്കാർ സംവിധാനങ്ങൾ ഒരുക്കുന്നില്ല. അവർ കൂടി ചേർന്നതാണ് ഈ സമൂഹം. അവരുടെ വോട്ടുകളോട് വാങ്ങിയിട്ടാണ് വി.ഡി. സതീശൻ ആ കസേരയിൽ കയറി ഇരിക്കുന്നതെന്ന് ഓർക്കണം. ഇത് അവരുടെ ആത്മാഭിമാനത്തെ അല്ലെങ്കിൽ അവർ കരിയറിനെയൊക്കെ കടുത്ത രീതിയിൽ ബാധിക്കുന്നുണ്ട്. അവർക്ക് ഇങ്ങനെ സാധിക്കാത്തത്, ഒറ്റയ്ക്ക് പോകാൻ കഴിയാത്തത്. നമ്മൾ വിദേശ രാജ്യങ്ങളിൽ പോവുക, ഈ മന്ത്രിമാരും ഈ MLA-മാരും ഒക്കെ അല്ലെങ്കിൽ ഭരണാധികാരികളൊക്കെ നാഴികയ്ക്ക് 40 വട്ടം പോകാറുണ്ടല്ലോ വിദേശ രാജ്യങ്ങളിലേക്ക്. ഈ വിദേശ രാജ്യങ്ങൾ, വികസിത രാജ്യങ്ങളൊക്കെ ഭിന്നശേഷിക്കാർക്കായിട്ട് പ്രത്യേകം ഹൈഡ്രോളിക് ലിഫ്റ്റുകളുള്ള ബസ്സുകളും അവർക്ക് സുരക്ഷിതമായി ഇരിക്കാനുള്ള പ്രത്യേക ഇടങ്ങളുമൊക്കെ പൊതുഗതാഗതങ്ങൾ നിർബന്ധമാക്കിയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിൽ ഇന്നും അതിനൊക്കെ അവരെ വിവേചനപൂർവ്വം മാറ്റി നിർത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുവരുന്നത്. യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ട് മാത്രമല്ല, യാത്ര ചെയ്ത് എത്തുന്ന ഇടങ്ങൾ അവിടെ ഒന്നും ഇവർക്ക് അനുകൂലമല്ല. ഒന്നാമത് അവരുടെ സാമ്പത്തിക അവസ്ഥ മോശമാണ്. ആ സാമ്പത്തിക അവസ്ഥ എന്തെങ്കിലും കുറച്ച് സർക്കാർ പെൻഷൻ കൊടുത്താൽ കൊടുത്തു, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ചെറിയ ഉപജീവന മാർഗങ്ങൾ അതിൽ താങ്ങാൻ കഴിയുന്നതിനപ്പുറമാണ് അവർക്ക് സഞ്ചരിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ. പ്രത്യേക വാഹനം അവർക്ക് വേണം. ആ വാഹനം അവർക്ക് വേണ്ടി മാത്രമായി ഓടണം. ഒരു പൊതുഗതാഗത സംവിധാനം ഉപയോഗപ്പെടുത്താൻ കഴിയുന്നുണ്ടെങ്കിൽ അവരും കൂടി ഉൾപ്പെടുന്നതാണ് ഈ സമൂഹം എന്ന് സർക്കാർ ചിന്തിച്ചാൽ, അതിനുള്ള സംവിധാനങ്ങളോട് ഒരുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര സുഖമായിരിക്കും. സാമ്പത്തികമായിട്ട് ഈ സർക്കാരിന് എത്ര ലാഭമാണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ പൊതുയിടങ്ങളിൽ എത്ര ലാഭമാണ് ഉണ്ടാകുന്നത്, പൊതുജനങ്ങളുടെ സാമ്പത്തിക എന്താ പറയുക, ഒരു സുരക്ഷിതത്വം എത്രയാണ് വളരുന്നത് ഒന്ന് ചിന്തിക്കണ്ടേ. സർക്കാർ ഓഫീസുകൾ, ബാങ്കുകൾ, ഷോപ്പിംഗ് മാളുകൾ, പാർക്കുകൾ, ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, ഇവയിൽ ഭൂരിഭാഗവും ഇന്നും വീൽ ചെയർ ഫ്രണ്ട്ലി അല്ല. റാമ്പുകളുണ്ട്, പക്ഷെ അവ ശാസ്ത്രീയമായിട്ട് നിർമ്മിച്ചതല്ല. പലയിടത്തും പെർമിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് റാമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ റാമ്പില് ഈ വീൽ ചെയർ കയറി പോകണമെന്നുണ്ടെങ്കിൽ മുകളിൽ നിന്നുകൊണ്ട് ക്രെയിൻ എടുത്ത് പൊന്തിക്കേണ്ടി വരും. അത്രത്തോളം ചെരുവാണ്. എങ്ങനെ കയറിപ്പോന്ന് ചോദിക്കരുത്. അത് നിർമ്മിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പെർമിറ്റ് കിട്ടില്ല. ഈ പെർമിറ്റ് കൊടുക്കാൻ വരുന്ന മഞ്ഞുണൻ ഈ കാശ് വാങ്ങി പോക്കറ്റ് വെച്ചിട്ട് അയാൾ റാമ്പ് ഉണ്ടാക്കി പെർമിറ്റ് കൊടുത്തു. ഈ റാമ്പ് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കണ്ടേ? ഇതൊന്നും ചിന്തിക്കില്ല. അതായത് വെറുതെ ഈ ഭിന്നശേഷിക്കാരുടെ പേര് പറഞ്ഞുകൊണ്ട് അവർക്ക് കൊണ്ടുവരുന്ന കോടികൾ പറ്റിച്ചെടുക്കാമെന്നല്ലാതെ അവർക്ക് വേണ്ടിയിട്ടുള്ള യാതൊരുവിധ കാര്യങ്ങളും ഇവിടെ നടപ്പിലാക്കുന്നില്ല. മനുഷ്യരായി പോലും അവർ പരിഗണിക്കുന്നില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭിന്നശേഷിക്കാർക്ക് ഉപയോഗിക്കാൻ അനുയോജ്യമായിട്ടുള്ള ടോയ്ലറ്റുകൾ. അവർ വീട്ടിൽ മാത്രം കിടക്കുന്നവരല്ലല്ലോ. നമ്മുടെ പൊതുവഴികളിൽ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനുകളിൽ, ബസ് സ്റ്റാൻഡുകളിൽ, അവിടെ എവിടെയെങ്കിലും ഇവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ടോയ്ലറ്റുകളുണ്ടോ?
ഇത് അവരുടെ യാത്രകൾ ഇപ്പൊ നിലവിൽ തന്നെ ദുഷ്കരമാക്കുന്നില്ലേ? ഇത് അവരുടെ അവകാശമല്ലേ? ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യതയും സഞ്ചാര സ്വാതന്ത്ര്യവും ഭിന്നശേഷിക്കാർക്ക് അവകാശപ്പെട്ടതാണ്. അവരുടെ സമൂഹം, ആ സമൂഹത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നത് സർക്കാരിന്റെ ബാധ്യതയാണ്. തൻഷിൻ കണ്ണൂരിന്റെ ഒരു സോഷ്യൽ മീഡിയയിലുള്ള ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം കണ്ടു. അദ്ദേഹം പറയുന്നത് അക്ഷരം പ്രതി ശരിയാണ്. സോഷ്യൽ മീഡിയയിലൂടെ ശബ്ദമുയർത്തുന്ന ആ പ്രിയപ്പെട്ടവർ സത്യത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത് അവരുടെ പ്രശ്നം മാത്രമല്ല. ലോകത്ത്, നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ പുറലോകം കാണാൻ ആഗ്രഹിക്കുന്ന, എന്നാൽ അതിനുള്ള സാഹചര്യമില്ലാത്ത വീടുകളുടെ 4 ചുവരുകൾക്കുള്ളിൽ കുടുങ്ങിപ്പോയിട്ടുള്ള അല്ലെങ്കിൽ ഒതുങ്ങിപ്പോയിട്ടുള്ള ആയിരക്കണക്കിന് മനുഷ്യരുടെ സങ്കടമാണ്. പ്രിയപ്പെട്ട ശ്രീ വി.ഡി. സതീശൻ, താങ്കളുടെ ഗതാഗത മന്ത്രിയും താങ്കളുമൊക്കെ അറിയേണ്ട ഒരു കാര്യം, KSRTC ബസ്സുകൾ ഇനി വാങ്ങും. ഇനി പുതിയ ബസ്സുകളൊക്കെ ഇനിയും വാങ്ങും. അത്തരത്തിൽ ബസ്സുകൾ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ വാങ്ങുന്ന സ്വകാര്യ ബസ്സുകളിലൊക്കെ വീൽ ചെയർ പ്രവേശനം സാധ്യമാക്കുന്ന റാമ്പുകൾ, ലിഫ്റ്റുകളെ ഘടിപ്പിക്കുന്നത് നിർബന്ധമാക്കണം. ഘട്ടം ഘട്ടമായിട്ട് കേരളത്തിലെ എല്ലാ പ്രധാന റൂട്ടുകളിലും ഇത്തരം ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. റെയിൽവേ സ്റ്റേഷൻ, അതുപോലെ ബസ് സ്റ്റേഷൻ, അവിടെയൊക്കെ ഇവരും കൂടി ഫ്രണ്ട്ലി ആകുന്ന വിധത്തിൽ നവീകരിക്കണം. വെറുതെ ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് ഒരു ചെരിഞ്ഞ ഒരു റാമ്പ് ഉണ്ടാക്കി വെച്ചാൽ പോരാ. അവർക്ക് സ്വയം ഉരുട്ടി കയറാൻ ഒരാളുടെ സഹായമില്ലാതെ സഞ്ചരിക്കാൻ കഴിയണം. എല്ലാ റെയിൽവേ സ്റ്റേഷനിലും എല്ലാ പ്രധാന ബസ് സ്റ്റാൻഡുകളിലും തടസ്സമില്ലാതെ ഇത്തരത്തിലുള്ള വീൽചെയർ പാതകൾ നിർമ്മിക്കണം. ഭിന്നശേഷി സൗഹൃദമാകണം. ടോയ്ലറ്റുകളും വേണം അവിടെ. അടിയന്തരമായി ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ്, കേരളത്തിലെ എല്ലാ സർക്കാർ ഓഫീസുകളിലും അതുപോലെ വിദ്യാലയങ്ങളിലും മറ്റ് ഭിന്നശേഷിക്കാർക്ക് പ്രവേശിക്കാനുള്ള സൗകര്യം ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ഒരു ആക്സസിബിലിറ്റി ഓഡിറ്റ് അത് നടത്തണം, അടിയന്തരമായിട്ട് നടത്തണം. അങ്ങനെ സംവിധാനം ഇല്ല എന്നുണ്ടെങ്കിൽ യുദ്ധകാല അടിസ്ഥാനത്തിൽ അവിടെ റാമ്പുകൾ നിർമ്മിക്കാൻ വേണ്ടി നിർദ്ദേശം നൽകണം. കേവലം ഒരു റാമ്പുകൾ നിർമ്മിക്കുന്നതല്ല, അത് റാമ്പുകളായിരിക്കണം ഇവർക്ക് സ്വയം ആരുടെയും സഹായമില്ലാതെ അവർക്ക് കടന്നു പോകാൻ കഴിയുന്ന വിധത്തിലുള്ളതായിരിക്കണം. എല്ലാവർക്കും ഇപ്പോൾ മെഷീൻ വെച്ചിട്ടുള്ള കസേരയൊന്നും കിട്ടിക്കൊള്ളണമെന്നില്ല. കൈകൊണ്ട് ഉരുട്ടുന്നവരുണ്ട്. അവർക്ക് എളുപ്പത്തിൽ കയറാൻ കഴിയുന്നതായിരിക്കണം. ഒരു ചടങ്ങിന് മാത്രമാകരുത്. സർക്കാർ അടിയന്തരമായി ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് ഈ ഭിന്നശേഷിക്കാർക്ക് തൊഴിൽ ചെയ്യാൻ, അവർക്ക് മറ്റാശ്രയമില്ലാതെ ജീവിക്കാൻ, അതിനുവേണ്ടി യാത്ര ചെയ്യാൻ ഒക്കെ ഉള്ള പ്രത്യേക വാഹനങ്ങൾ വാങ്ങുന്നതിന് സബ്സിഡികൾ അല്ലെങ്കിൽ ടാക്സ് ഇളവുകളൊക്കെ കൊടുക്കുക എന്നുള്ളത്, ആ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കണം എന്ന് പറയുന്നത്. ചുരുക്കം പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൂടെ വെറുതെ ഒരു വീഡിയോ ഇട്ട് ചെയ്യുന്നതല്ല. ഈ ആവശ്യങ്ങൾ നമ്മുടെ മന്ത്രിസഭ ഒന്നെടുത്ത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നടപ്പിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ എത്രയുണ്ട്, ഈ ഭിന്നശേഷിക്കാർ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ താങ്കൾക്ക്, ശ്രീ വി.ഡി. സതീശന് ചിലപ്പോൾ മനസ്സിലായേക്കും. ഏതായാലും പൊതുജനങ്ങളോട്, ജനങ്ങളുടെ ആവശ്യങ്ങളോട് താങ്കൾ കാണിക്കുന്ന താല്പര്യവും പ്രതികരണവും ഒക്കെ വലിയ പ്രത്യാശ നൽകുന്നത് തന്നെയാണ്. പരിഗണിക്കാമെന്നുള്ള ഒരു വാക്ക് അത് വെറുമൊരു ഉറപ്പായി മാറാതെ ഈ 2026 കേരളത്തിലെ ഭിന്നശേഷി സമൂഹത്തിന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന പ്രായോഗിക നടപടികൾ തുടങ്ങണമെന്നാണ് താങ്കളുടെ മുന്നാകെ ആവശ്യപ്പെടാനുള്ളത്. അശ്രണരായ മനുഷ്യരുടെ ശബ്ദമാകാൻ താങ്കൾക്ക് കഴിയണം. സാധിക്കുമെന്ന് നമുക്കറിയാം, കാരണം മറ്റുള്ളവർ ചേർത്ത് പിടിക്കുന്നവരാണല്ലോ. ഈ വിഷയത്തിൽ അടിയന്തരമായിട്ട് ഇടപെട്ട് ഗതാഗത വകുപ്പിനും തദ്ദേശ സ്വയംഭരണ വകുപ്പിനും ഒക്കെ ആവശ്യമായിട്ട് നിർദ്ദേശങ്ങൾ നൽകുമെന്നും ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഭിന്നശേഷി സൗഹൃദം കൂടിയായിട്ടുള്ള ഒരു നവകേരളം യാഥാർത്ഥ്യമാകാൻ വി.ഡി. സതീശൻ സർക്കാരിന് കഴിയട്ടെ എന്ന് ആശംസിക്കാം. Different angles. Don't forget to subscribe and support this channel.